എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ടൈമിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധാരണ നമ്മൾ എല്ലാവരും പറയുകയും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. എനിക്കൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലികളൊന്നും തീരുന്നില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജോലികളൊന്നും തീരാത്തതെന്നോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ടൈമും അറേഞ്ച് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യുന്നതിലുള്ള പ്രശ്നമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അതിന് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നതെന്ന്. അപ്പൊ അതിനകത്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സമയം എവിടെയാണ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാതെ വരുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിൽ നമ്മളൊക്കെ കാണാറുണ്ട്. ഈ ഏറ്റവും വലിയ വലിയ കമ്പനികൾ നടത്തുന്ന ആളുകൾ, അതായത് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓണറായിട്ടുള്ളവരും അതുപോലെ തന്നെ അതിന്റെ ഇങ്ങനെയുള്ള നല്ല ഹൈ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളും അതുപോലെ സാധാരണക്കാരായ നമ്മൾക്കും ഇതെല്ലാവർക്കും ടൈം ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. അതായത് എല്ലാവർക്കും വേണ്ടി ഒരേ സമയത്ത് തന്നെയാണ് സൂര്യൻ ഉദിക്കുന്നതും ഒരേ സമയത്ത് തന്നെയാണ് അസ്തമിക്കുന്നതും. ഈ പകലെന്ന് പറയുന്നതും ഈ രാത്രി എന്ന് പറയുന്നതൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. അതായത് ഒരു നാട്ടിലുള്ള താമസിക്കുന്ന പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം ഒരുപോലെയാണ് സമയം. പക്ഷെ ചിലര് അതിൽ ഇത്രയും സമയം കൊണ്ട് തന്നെ, അതായത് അവർക്ക് കിട്ടുന്ന അത്രയും സമയം കൊണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് കിട്ടുന്ന അത്രയും സമയം കൊണ്ട് തന്നെ അത്രയും ആ സമയത്ത് തന്നെ അവര് ചില ആളുകൾ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ അവർ നേതൃത്വം കൊടുക്കുന്നു, പല പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതിനിടയ്ക്ക് റിക്രിയേഷന് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്ന് വേണ്ട ഇങ്ങനെ പല പല കാര്യങ്ങളും അവർ ആളുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് ചില ആളുകൾ പറയും, അയ്യോ എനിക്ക് ഒന്നിനും സമയം തികയുന്നേ ഇല്ല, ഈ ജോലിയെല്ലാം ചെയ്തിട്ടും ചെയ്തിട്ടും തീരുന്നില്ല എന്നൊക്കെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഈ ജോലികളൊന്നും ചെയ്തിട്ട് തീരാതെ വരുന്നത്? അപ്പൊ അതില് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചില ചില കൺസേണുകളാണ്. കൺസേൺ എന്ന് പറയുമ്പോൾ, ഇന്ന് ഇനിയിപ്പോ ഈ ജോലി ഒന്നും ചെയ്യാൻ സമയമില്ല, അല്ലെ ഇതിനി ഒരു നാളത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെച്ചേക്കാം എന്ന് ചിന്തിച്ച് ഇങ്ങനെ മാറ്റി വെച്ച് അവസാനം ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഉടനെ ഒന്നും തീരില്ല. അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത്, എന്തോരം ചെയ്താലും ഈ ജോലി തീരുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ലെന്ന്. അപ്പൊ ആദ്യം നമ്മുടെ കൺസേണുകൾക്ക് മാറ്റം വരുത്തി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട നടപടി. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുക, അതൊരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് അതാണ്. ഇനി രണ്ടാമത് നമുക്ക് നമ്മുടെ ടൈം എവിടെയാണ് വേസ്റ്റ് ആയി പോകുന്നതെന്ന് കണ്ടുപിടിക്കുക ആദ്യം. അപ്പൊ ആ സമയം എവിടെയാണ് വേസ്റ്റ് ആയി പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ടും ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യാവുന്നതെന്ന് പറയുമ്പോൾ, ഇന്ന് ഇന്ന് വൈകുന്നേരം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് നാളത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് നാളത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണം, ഞാൻ എവിടെയാണ് പോകേണ്ടത്, ഏത് ജോലിയാണ് തീർക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ പോകണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റ് അടയ്ക്കേണ്ടതുണ്ട്, ലോണിന്റെ ആപ്ലിക്കേഷൻ വയ്ക്കണോ, അങ്ങനെ എന്ത് കാര്യമാണ് നമുക്ക് നാളെ തന്നെ ചെയ്യാനുള്ളതെന്ന് ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ചെറിയൊരു ചാർട്ട് പോലെ എഴുതി വെക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോ പിറ്റേ ദിവസം നമ്മൾ ആ ചെയ്തു തീർത്ത കാര്യങ്ങള് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർത്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ചാർട്ട് തയ്യാറാക്കി വെക്കുന്നതിനകത്ത് നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പൊ ആ ഒരു ചാർട്ട് തയ്യാറാക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ലിസ്റ്റ് പോലെ ഈ ചെറിയ ഡയറിയിലോ ഒക്കെ നമുക്ക് എഴുതി വെക്കാം നാളത്തേക്ക്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്ന്.
അപ്പൊ ആ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം എന്താ ചെയ്ത ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ആ ലിസ്റ്റിനകത്ത് നമുക്കൊന്ന് ടിക്ക് ചെയ്ത് നോക്കണം എന്ത് കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ ടിക്ക് ചെയ്ത് നോക്കുക. ഈ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാകും ഏത് കാര്യമാണ് നമുക്ക് വിട്ടുപോയത്, അല്ലെങ്കിൽ ഏത് കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നതെന്ന്. ഈ ഇതിൽ തന്നെ അപ്പൊ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ആദ്യം നമ്മൾ ലിസ്റ്റിൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി വൈകുന്നേരമോ അല്ലെങ്കിൽ ആ ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനി ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. അപ്പൊ നമുക്ക് അത്രയും ഒരു ആശ്വാസം തോന്നും, ഇത്രയും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് വിട്ടുപോയില്ലല്ലോ, അല്ലെങ്കിൽ അതെനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു ആശ്വാസം നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ പതിയെ പതിയെ ഈ ലിസ്റ്റിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെങ്കിൽ എന്ന് അടയാളപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒന്നെന്ന് അടയാളപ്പെടുത്തിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്നാമത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ പ്രത്യേകം അടയാളപ്പെടുത്തി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അതിന് ആദ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് അതിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി അതിനുശേഷം ബി എന്നോ അല്ലെങ്കിൽ രണ്ടെന്നോ ഒക്കെ കൊടുക്കുന്നത് അതിലും പ്രാധാന്യം കുറവുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ ഏറ്റവും പ്രാധാന്യപ്പെട്ടത് എന്നോ അല്ലെങ്കിൽ ഒന്നെന്നോ ഒക്കെ അടയാളപ്പെടുത്തി ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാനുള്ള ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഇതാണ്, എനിക്കത് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മിസ്സാവാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് പിന്നീട് അത് ഒരു ലിസ്റ്റില് പ്രധാനപ്പെട്ട ആദ്യം നമുക്ക് ചിലപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാനേ സമയം കിട്ടുന്നുള്ളായിരിക്കും. അതിനുശേഷം നമുക്ക് അതിലും കൂടെ ഇച്ചിരി പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമില്ലാത്ത അല്ലെങ്കിൽ ഇന്ന് ചെയ്തില്ലേലും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള അവസ്ഥയിലുള്ള കാര്യങ്ങൾക്ക് പോലും നമുക്ക് പതിയെ പതിയെ ചെയ്യാനുള്ള സമയം കിട്ടും. കാരണം നമ്മൾ ഒരു ഓർഡറിലും ആവുമ്പോൾ ഇനി ഈ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ നമുക്ക് കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ ആ ഓർഡർ അനുസരിച്ച് ചെയ്തു തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും അതോടൊപ്പം നമ്മുടെ സമയവും നമുക്ക് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ സമയത്തെയും അതുപോലെ തന്നെ മനസ്സിന്റെ സന്തോഷവും ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് മിസ്സായില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടം വന്നില്ലല്ലോ എന്ന് നമുക്കൊരു സന്തോഷം, മനസ്സിന്റെ സന്തോഷം ഉണ്ടാവും. ഒപ്പം നമ്മുടെ ടൈമിനെയും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതിനകത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തൊക്കെയാണോ എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസങ്ങളിലെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റി ലിസ്റ്റ് പോലെ തയ്യാറാക്കാം. ആക്ടിവിറ്റി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അയ്യോ എനിക്ക് എന്റെ സമയം തികഞ്ഞില്ല അല്ലെങ്കിൽ എവിടെയാണ് സമയം പാഴായി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന്. അപ്പൊ ആ സമയം എന്റേത് എവിടെയാണ് നഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഒരു ചിന്ത വരുമ്പോ നമുക്ക് അത് കണ്ടെത്തിയേ പറ്റുള്ളൂ നമ്മുടെ സമയം എവിടെയാണ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ സമയം പാഴായി പോകുന്നതെന്ന്. അപ്പൊ അത് കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങളാണ് തയ്യാറാക്കിയത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന്, ഇന്ന് ഞാൻ എന്തൊക്കെ ജോലികളാണ് ചെയ്തത്, അല്ലെങ്കിൽ രാവിലെ ഞാൻ എൻ്റെ മൊബൈലില് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്തു അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്തു അതിനാവശ്യമുള്ള മറുപടികൾ അയച്ചു. അപ്പോ അത് ഒരു കാര്യം. ഇനി അത് കൂടാതെ ഇനി വേറൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് വെച്ചാൽ മൊബൈലിൽ അപ്പൊ മെസ്സേജ് ചെക്ക് ചെയ്തു, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മറുപടി അയച്ചു. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമായിരുന്നു, നമ്മുടെ ചെയ്തു തീർക്കേണ്ട ജോലിയായിരുന്നു അല്ലെങ്കിൽ കർത്തവ്യമായിരുന്നു എന്ന് കരുതാം. അപ്പൊ ആ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി. അപ്പൊ നമുക്ക് വൈകുന്നേരം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ പ്രത്യേകിച്ചും ഇനി
അപ്പൊ നമ്മുടെ ആവശ്യമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് നമ്മൾ പരിഹരിച്ചത്. നമുക്ക് വന്ന മെയിലുകൾ ചെക്ക് ചെയ്യേണ്ടതും അതിന് മറുപടി അയക്കേണ്ടത്, മറുപടി അയച്ചത് നമ്മൾ ആവശ്യമായിട്ടുള്ള ചെയ്തതാണ്. ഇനി നമ്മൾ അതിനിടയ്ക്ക് അപ്പൊ ഈ മൊബൈൽ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നു, നമ്മൾ അപ്പൊ അവരുമായിട്ട് ചാറ്റ് ചെയ്തു. അപ്പൊ ആ ചാറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല എങ്കിൽ, അത്യാവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല എങ്കിൽ നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ വൈകുന്നേരം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ എഴുതിയ ലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ മെയിൽ ചെക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യം, അത് നമ്മുടെ ജോലിയുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ടോ ബന്ധപ്പെട്ടുള്ളതാണ്. ആ സ്ഥാനത്ത് നമ്മൾ ആ സമയത്ത് വെറുതെ ഇപ്പൊ ഒരു മെസ്സേജ് വന്നു, ആ മെസ്സേജിന് നമ്മൾ റിപ്ലൈ കൊടുത്തു അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു. അപ്പൊ ആ ചാറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും അത് വെറുതെ ഒരു ടൈം പാസ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ നമുക്കത് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഒരു പ്രയോജനം ഇല്ലാതെ നമ്മൾ സമയം ചെലവഴിച്ചത് എവിടെയാണെന്ന്. അപ്പൊ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക അടയാളം തയ്യാറാക്കി ആ ഒരു ആക്ടിവിറ്റിക്ക് നേരെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു അടയാളം, നക്ഷത്ര ചിഹ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം വെച്ച് നോക്കാം. അങ്ങനെ ഒരു ആഴ്ചയിലോ ഒന്ന് നമ്മുടെ ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയാണ് ആവശ്യമില്ലാതെ സമയം ചെലവഴിച്ചതെന്ന്, അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ചെയ്തിട്ടാണ് നമ്മുടെ സമയം നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ സമയത്തെ, ഈ ആവശ്യമില്ലാതെ നമ്മൾ ചെലവാക്കുന്ന സമയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പൊ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, അതായത് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീരേണ്ട ഒരു ജോലിയില് അതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു, വലിയ അത്യാവശ്യമുള്ള കോളൊന്നും അല്ല, ഒരു സാധാരണ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഫോൺ എടുത്തിട്ട്, അതായത് 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ ഈ ഫോൺ എടുത്തിട്ട് നമുക്ക് പറയാം, ഞാൻ അത്യാവശ്യമായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് 10 മിനിറ്റ് കൊണ്ട് തീർന്നു, അത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും കോൾ അത് റിട്ടേൺ വിളിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ സംസാരിക്കാം. ഇനി അത്യാവശ്യമൊന്നും ഉള്ള കാര്യങ്ങളൊന്നും അല്ല, ഒരു നോർമൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണെങ്കിൽ നമ്മൾ ഈ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ജോലി ഈ ഫോൺ കോൾ കൊണ്ട് നമുക്കത് 10 എന്നുള്ളത് ചിലപ്പോൾ 20 മിനിറ്റ് ആയാലും നമ്മുടെ ജോലി തീരാതെ വരും. അപ്പൊ നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് എവിടെയാണ് സമയം നഷ്ടപ്പെടുന്നതെന്ന്. അതായത് 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട ജോലി നമുക്ക് ഈ കോൾ വന്നതുകൊണ്ട്, അതിനിടയ്ക്ക് അതല്ലെങ്കിൽ ഈ കോൾ എടുത്ത് സംസാരിക്കാൻ പോയത് കൊണ്ട് 10 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ആയിട്ടും ചിലപ്പോൾ ആ ജോലി തീരാതെ വരും. അപ്പൊ നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ കോൾ എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ എടുത്തിട്ട് പറയാം ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ജോലി ചെയ്യുവാണ്, ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ന് നമുക്ക് പറഞ്ഞ് ഒരു പിണക്കമില്ലാതെ നമുക്ക് ഒഴിവാക്കി വിടാം. അപ്പോ ഇത് നമ്മുടെ സമയം, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണമെങ്കിൽ എവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ആദ്യം ബോധ്യപ്പെടണം. അപ്പൊ ഈ 10 മിനിറ്റ് കോൾ എടുത്ത് സംസാരിക്കാൻ പോയത് കൊണ്ടാണ് നമ്മുടെ സമയം നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമയം എവിടെയാണ് വേസ്റ്റ് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കും, സമയത്തെ മാനേജ് ചെയ്യാൻ പഠിക്കും. അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കാനും നമ്മൾ പഠിക്കും. അതുകൊണ്ട് നമുക്ക്, അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ റിപ്ലൈ ചെയ്യാതിരിക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന്, അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അച്ചടക്കം ഉണ്ടാകും. അപ്പൊ ടൈം മാനേജ് ചെയ്യുന്നതോട്, അതായത് നമ്മുടെ സമയം എവിടെയാണ് നഷ്ടപ്പെടുന്നതെന്നും എന്ത് കാര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് ആണ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ പ്രവൃത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളെ ക്രമീകരിക്കാനും, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിന് ചെറിയ രീതിയിൽ ഒരു അച്ചടക്കം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമുള്ള കാര്യങ്ങളിൽ സംസാരിക്കുക, ആവശ്യമുള്ള ഫോൺ കോൾ എടുക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തു തീർക്കുക, ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അതിട്ടിട്ട് പോകാതിരിക്കുക. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് തന്നെ ഒരു അച്ചടക്കം ഉണ്ടാകും. അച്ചടക്കം ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ജോലിയിലും, അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന സ്വഭാവത്തിലാണെങ്കിൽ, അതിപ്പോ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ ജോലിയുടെ ആ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ജോലിയുടെ രീതിക്ക്
നാളെ ഒരു പ്രൊമോഷൻ വരുന്നതാണെങ്കിലും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ മാറ്റം വരുത്തുന്ന. ഇനി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും, കാരണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കി നമുക്ക് നമ്മുടെ സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ സമയവും ലാഭിക്കാം, നമുക്ക് നമ്മുടെ മനസ്സിന്റെ സന്തോഷവും ലാഭിക്കാം. അതോടൊപ്പം നമുക്ക് ബിസിനസ്സിനാണെങ്കിൽ അല്ലെങ്കിൽ പണത്തെയും അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല പല കാര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, വളർത്താൻ സാധിക്കും, വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണ്. ഇനി നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണിത്. അതായത് ഒന്നാമത് ലിസ്റ്റ് തയ്യാറാക്കുക, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ നമുക്ക് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഇന്ന് ഞാനത് ചെയ്യാൻ മറന്നുപോയി എന്നൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കും. കാരണം നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കി നാളത്തേക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, നാളെ ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുള്ളതാണെന്ന് എന്നുള്ള ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് പിറ്റേ ദിവസം ചെയ്യാൻ പാകത്തിന് നമ്മുടെ മനസ്സും റെഡിയാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇനി ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ഒരു ദിവസം നമ്മുടെ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ സമയം ചെലവഴിച്ചത് എന്നൊരു ലിസ്റ്റ് തയ്യാറാകും. വൈകുന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഏത് കാര്യമായിരുന്നു നമ്മൾ ആവശ്യമുണ്ടായിരുന്നത് ചെയ്യേണ്ടത്, ആവശ്യമില്ലാതിരുന്നിട്ടും നമ്മൾ ചെയ്ത് നമ്മുടെ സമയം കളഞ്ഞത് എന്ത് ജോലിയിലാണ് അല്ലെ ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സമയം കൊല്ലുന്ന പ്രവൃത്തികളെ നമുക്ക് ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ബിസിനസ്സിനെയും അതുപോലെ തന്നെ ജോലിയെയും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.